2030 ആകുമ്പോഴത്തേക്കും ഒരു $1 ബില്യൺ കമ്പനി ആയിട്ട് നമ്മൾ മാറുമെന്നുള്ളതും 1000 പ്രോഡക്റ്റുകളെങ്കിലും നമ്മുടെ കമ്പനിയിലൂടെ പുറത്തിറക്കുമെന്നുള്ളതൊക്കെ. കാരണം 5 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളെ മാനേജ്മെന്റിന് ഓൾറെഡി ഉണ്ട്. നമുക്ക് ആരംഭിക്കാം. പേര് മനോഹരമായിട്ട് പരിചയപ്പെടുത്തി പ്രജീഷ് കാവിൽ നിന്നാണ്. ഈ ഒരു ബിസിനസ്സിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. കാരണം മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മെഡിക്ലെയിം കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ എല്ലാ ആളുകളുടെയും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബെൽനിസാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരുന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ്, പ്രജീഷ് എടാ പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് ഓപ്പർച്യൂണിറ്റി? കാരണം അന്ന് അത്യാവശ്യം നല്ല ഒരു കമ്പനിയിൽ നല്ല പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പം ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ലൊരു പദവിയിലിരുന്ന് അത്യാവശ്യം നല്ല വരുമാനം വാങ്ങുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെടുത്ത് വന്ന് പറയാണ് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യൂലല്ലോ. ഞാൻ ചോദിച്ചു എന്തോ ഓപ്പർച്യൂണിറ്റി? ഇന്നതാണ് കാര്യങ്ങള്, നല്ല ഇൻഡസ്ട്രിയാണ്, പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വരുമാനം കിട്ടും. അതായത് ഈ മെഡിക്ലെയിം മേഖലയിൽ പ്രത്യേകിച്ച് ഇൻഷുറൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, അതിൽ ശരിക്കും ഒരു ഹെവി വർക്കായിരിക്കും, ഹാർഡ് വർക്കായിരിക്കും. നമ്മൾ ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 9 മണിക്കൂറോ എന്നുള്ള ടൈം ബൗണ്ടിനുള്ളിൽ നിന്നിട്ടൊന്നുമല്ല സാധാരണഗതിയിൽ വർക്ക് ഉണ്ടാവുക. ഒരു ഓഫീസ് വർക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇത്ര മണിക്കൂറാണ് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു മിക്കവാറും ചിലപ്പോൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒക്കെ അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഏർലി മോർണിംഗിലും ലേറ്റ് നൈറ്റ് വരെയൊക്കെ വർക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വരും. കസ്റ്റമറെ എങ്ങനെ കാണണം അല്ലെങ്കിൽ ടീമിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനം ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ബെൽനിസാർ പറയുന്ന ഇൻകത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു 2,20,000 കിട്ടും ആഴ്ചയിൽ, മാസം 8,40. ഇത് എങ്ങനെ പോസിബിൾ ആവും? ഇത് എവിടുന്ന് എടുത്ത് തരും? ആര് തരും? ഇങ്ങനെയൊക്കെ കമ്പനി തന്നു കഴിഞ്ഞാൽ കമ്പനി നഷ്ടത്ത് പോലെ. ഇത്തരത്തിലുള്ള കുറെ ഡൗട്ടുകൾ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം അതവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ പണി എന്താണോ അത് എടുത്തു പോകാം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ തയ്യാറായി. നമ്മളൊരു പുതിയ ഒരു അറിവ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തോ ഒരു കമ്പനി അല്ലെങ്കിൽ ഏതോ ഒരു സിസ്റ്റം, അതിനെ കുറിച്ച് കുറെ അറിയാനായിട്ട് സാധിക്കുന്നു, ഇത്ര മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് അതിലുപരിയായിട്ട് എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം എന്നോ കോടികൾ ഉണ്ടാക്കണം എന്നുള്ള അങ്ങനത്തെ ചിന്തയുടെ ഭാഗമായിട്ടല്ല സത്യത്തില് ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി എന്ത് കാര്യമാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ശീലം, അതായത് ഒരു കാര്യം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതിനോട് ഒന്ന് പഠിച്ചു നോക്കാം, ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. നമുക്കൊന്ന് പഠിച്ചു നോക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പഠിക്കാൻ തയ്യാറായി. അതിന്റെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത രസമാണ്. ഞാൻ വേറൊരു സമയത്ത് പറഞ്ഞുതരാം, കുറേയും കൂടി ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നടക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇവിടെയൊക്കെ വരുമാനം കിട്ടുന്നത് എന്നുള്ളതും ഈ പറയുന്ന രീതിയിലേക്ക് ആളുകൾ സക്സസ്ഫുൾ ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇതിൽ വേറെ തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തുക മുടക്കുവാണെങ്കിൽ മുടക്കുന്ന തുക ഇത്ര എന്നുള്ളതും ഇല്ല. നമുക്കിഷ്ടമുള്ളത് തുക മുടക്കുകയാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ്. നമുക്ക് ഉപയോഗിച്ച് തീർത്താൽ മതി. നമുക്ക് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകൾ, നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളായിട്ട് മേടിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പണം കൊടുക്കുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു, ഉപയോഗിക്കുന്നു, കഴിഞ്ഞു. അത് തീർന്ന അടുത്തത് മേടിക്കുന്നു. ഇതാണല്ലോ സിസ്റ്റം. അങ്ങനെ വാങ്ങുന്ന സാധനം ഇതിലൂടെ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ എന്തും കൂടി കിട്ടുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം. അത് മനസ്സിലാക്കി മെല്ലെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എൻട്രി ചെയ്തു. മനസ്സോടെയൊക്കെ ആണെങ്കിലും എന്നാ ഒന്ന് നോക്കാം, എന്തായാലും ഞാൻ മാർക്കറ്റിങ്ങിലാണുള്ളത്, അപ്പൊ പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം, കിട്ടിയാലോ. ചിലപ്പോ സലീം കുമാർ പറഞ്ഞ മാതിരി കിട്ടുകയാണെങ്കിലോ
ഇനി ഇല്ലെങ്കിൽ നഷ്ടമൊന്നുമില്ലല്ലോ. ആ രീതിയിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന് സാവധാനം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് വലിയ പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും ഏതൊരു വ്യക്തിയും ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കകത്തേക്ക് കടന്നു വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇന്ന ആൾ, അതുവരെ നമുക്ക് വലിയ സുഹൃത്ത് വലയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഉണ്ടാവും നിങ്ങളുടെ ഇത് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുവരെ നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മികവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്, ഞാൻ പറഞ്ഞാൽ ഇവരൊക്കെ കേൾക്കും അനുസരിക്കും എന്നൊക്കെയുള്ള ധാരണ നമ്മുടെ ഉള്ളിനുള്ളില് തുടക്ക സമയത്ത് ഉണ്ടാവും. അത് തെറ്റാണെന്ന് തോന്നുന്നത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവരോട് നമ്മൾ പറയുന്ന സമയത്താണ്. കാരണം ഇത് പറഞ്ഞു തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ചങ്കുകളുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുക. അവരൊക്കെ ഭൂരിപക്ഷം ആളുകളും നമ്മളെ വല്ലാതെ എതിർത്ത് കളയും, നമ്മളെ പരിഹസിക്കും, കളിയാക്കും, കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മളെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല സത്യത്തിൽ ചെയ്യുന്നത്. ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് നമ്മളിത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡ് എങ്ങനെയായിരുന്നു? ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അവരുടെയും അവസ്ഥ. അവർക്ക് ഈ ബിസിനസ് അറിയാത്തത് കൊണ്ടും ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് പോയിട്ട് കോടികൾ കിട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ ഓടിക്കൂലേ? അപ്പൊ ഇതാണ് സത്യം. അതായത് അവൻ നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ഒന്നുമല്ല. ഇനി ചില ആളുകൾക്ക് ഉണ്ടാവും, ഇപ്പൊ നമ്മൾ ഒരു വർക്കോ കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാ ആളുകളും കൂടി ഒരു നിശ്ചിത സ്ഥലത്ത് കൂടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഞാനൊക്കെ നാട്ടിൻപുറത്തുകാരനാണ്. അപ്പോൾ വർക്കോ കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ചെക്കന്മാരെല്ലാം കൂടിയിരുന്ന് കഥ പറയും. അങ്ങനെ ഒരു രസാക്കുന്ന ഇത്. ഒരു പക്ഷേ ആ വലയത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതും ചിലപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ അവർക്കൊരു കാരണമായിട്ട് മാറിയേക്കാം. എന്ത് തന്നെയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിച്ച കുറെ ആളുകളൊക്കെ എന്നെ വലിയ രീതിയിൽ അനുഗ്രഹിച്ചു വിട്ടു. മോനെ, നടക്കുന്ന കേസല്ല, നീ അടുത്ത പണി നോക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നിരാശനാവാൻ തയ്യാറായില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മേഖല മാർക്കറ്റിംഗ് ആണ്. അപ്പൊ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അത്യാവശ്യം ധാരണയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക, എന്തായിരിക്കും ആളുകളുടെ പ്രതികരണം, ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഡീമോട്ടിവേറ്റ് ആവാനോ വീട്ടിലിരിക്കാനോ തയ്യാറായിട്ടില്ല. ഞാനിത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്റെ ഡ്യൂട്ടി എന്താണോ അത് ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറെ ആളുകൾ എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി. അങ്ങനെ കൂടെ നിന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സമയത്ത്, അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്തിയ സമയത്ത്, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്ത സമയത്ത്, സാവധാനത്തില് നമ്മളും നമ്മുടെ നില മാറാനും നമ്മളുടെ റാങ്കുകൾ വർദ്ധിക്കാനും വരുമാനങ്ങൾ കിട്ടാനും ടീമിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും അങ്ങനെ സാധിച്ച് നമ്മളൊക്കെ ഞാനൊക്കെ തുടക്ക സമയത്തിൽ ഓരോ റാങ്കുകളും എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇത് എങ്ങനെങ്കിലും സ്റ്റാർ ആവണം, എങ്ങനെങ്കിലും കോർഡിനേറ്റർ ആവണം, എങ്ങനെങ്കിലും TC ആവണം, ഒരു TC ആയി കഴിഞ്ഞാൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ആവേശം വെച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഇത് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അതിന് കിട്ടുന്ന അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സമയം വെച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. തുടക്ക സമയത്തൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു രാത്രി 12:30, 1 മണി, 1:30 സമയത്തൊക്കെ മിക്കവാറും ഞാൻ വീട്ടിലെത്താൻ. കാരണം ആ സമയത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴത്തേക്കൊക്കെ വലിയ നേരം വൈകിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ സത്യത്തിൽ പിന്നീട് നമ്മളൊക്കെ ഇട്ടിട്ടുള്ള എഫേർട്ടിന്റെ റിസൾട്ടുകൾ സാവധാനം കിട്ടാൻ തുടങ്ങി. ഇന്ന് കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലൊക്കെ എത്താൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ITC എന്നുള്ള റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് കമ്പനിയുടെ ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് ITC ആയിരുന്നു. അതിനപ്പുറത്തേക്ക് റാങ്ക് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള റാങ്കുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് പ്രതീക്ഷിച്ച എത്തോ ഇല്ലയോ ഒന്നും നമുക്കറിയാത്ത ഒരു റാങ്കായിരുന്നു ITC. ആ ITCയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. പറഞ്ഞു വരുന്നത്, തുടക്ക സമയത്തോ അല്ലെങ്കിൽ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ എത്തിപ്പിടിക്കും എന്നുള്ളത്
ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ്. പക്ഷേ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി താനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ പലതും നമ്മുടെയൊക്കെ ലൈഫിലേക്ക്, നമ്മുടെയൊക്കെ ബിസിനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഇവിടെ പ്രായമോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ നമ്മുടെ സ്കില്ലോ മറ്റേതിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. അത് ഈ സിസ്റ്റത്തിന്റെ പ്രാധാന്യമാണ്. നിങ്ങൾ ഓരോ ആളുകളും ഇന്ന് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ റാങ്കുകളിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും നമ്മളുടെ മാത്രം കഴിവുകളായിട്ട് കാണാതിരിക്കുക. കാരണം അല്ല എന്നുള്ളതല്ല, അത് മാത്രമായിട്ട് കാണാതിരിക്കുക. അതൊരു സിസ്റ്റത്തിന്റെ പവറും കൂടിയാണ്. ഈ സിസ്റ്റം പറയുന്ന പോലെ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോ ആളുകളും തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യാൻ കഴിയും. അത് ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ്. നമുക്കറിയാം, ഈ ബിസിനസ്സിനകത്ത്, ഈ മേഖലയ്ക്കകത്ത് വിജയിച്ചു കയറിയിട്ടുള്ള എല്ലാ ആളുകളും അപാരമായിട്ടുള്ള കഴിവുള്ള ആളുകളൊന്നല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ അവർ അസാധാരണമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മളും അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാത്ത ഈ എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോ ഇൻക്ലൂഡിങ് മീ 324 ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ 323 ആളുകൾ, 323 നല്ല തീറ. ഈ 323 ആളുകൾക്കും അറിയാത്ത ഒരു കാര്യവും എനിക്ക് പറയാനില്ല. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഓരോ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് എന്തോ ഇന്ന് കൂടുതൽ കിട്ടാനുണ്ട് എന്നുള്ളത്. ഒന്നും കിട്ടാനില്ല. അതായത് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ആളുകളും വരുന്ന സമയത്ത് അവരുടെ അവതരണങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും ചില കാര്യങ്ങൾ അവര് കൃത്യതയോടുകൂടി പറയുന്നത് കൊണ്ടും നമുക്കറിയാവുന്ന ചില വസ്തുതകൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കാൻ സഹായിക്കുന്നത് കൊണ്ടും മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഗസ്റ്റിനൊക്കെ വിളിക്കുന്നത്. അല്ലാതെ പുതിയ എന്തോ ഒരു സാധനം കൊണ്ടുവരാനല്ല. നമുക്കൊന്നും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രകൃതിയിൽ പോലും, ഈ പ്രപഞ്ചത്തിൽ പോലും നമുക്ക് ആർക്കും ഒന്നും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്നാലും ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെ നമുക്കൊരു ടീമിനെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും, അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്ത് മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തതെന്ന് പറയും. ഈ ലോകത്ത് മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. ബാക്കി എന്തിനും മാറ്റമുണ്ട്, ബാക്കി എന്തും മാറുന്നുണ്ട്, എന്തും മാറണം. നമ്മളും ചില ആളുകൾ പറയാറുണ്ട്, ഇതാണ് ഞാൻ, ഇതിൽ നിന്ന് ഞാൻ മാറിയാൽ പിന്നെ ഞാനല്ലാതായി പോവും. അങ്ങനെ പറയുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ അർത്ഥശൂന്യമായിട്ടുള്ള വാക്കുകളാണ്. ഇതിൽ നിന്നും മാറിയാലേ ഞാൻ വീണ്ടും മികവുള്ളവനാവൂ, ഞാൻ വീണ്ടും മികച്ചവനാവൂ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഈ മസിൽ പിടിച്ചിരിക്കുകയാണ്, ഈ മസിൽ പിടുത്തം വിട്ടാൽ ഞാനല്ലാണ്ടായി പോയില്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, നമ്മൾ മാറുക, നമുക്കേ മാറാൻ പറ്റൂ എന്നുള്ളത് കൂടി വിശ്വസിക്കുക. അപ്പൊ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ വേണ്ട ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമാണ്. മാറാൻ നമ്മൾ തയ്യാറാവുകയാണ്. ചില ആളുകളുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റില്ല, എനിക്ക് ഇതേ പറയാൻ പറ്റൂ. അല്ല, നമുക്ക് അതിനേക്കാളും വലുത് എന്തൊക്കെയോ പറയാൻ പറ്റും. പക്ഷേ ആ മാറ്റം, അല്ലെങ്കിൽ അതിലേക്കുള്ള മാറ്റം നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രം മതി, നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അയാൾ മാറിയിട്ടില്ല, എന്റെ ലീഡർ മാറുന്നില്ല, എന്റെ ലീഡറുടെ സ്വഭാവം അത് തന്നെയാണ്, എന്റെ അസോസിയേറ്റ് ഓരോന്നും നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓരോന്നും മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നോ കഴിച്ചിലായി പോകേണ്ടിയിരുന്നു. എന്നാൽ ഈ മാറ്റം നമ്മളുടെ ഉള്ളിനാണ് വരേണ്ടത് എന്നുള്ളത് സ്വയം ചിന്തിക്കാൻ നമുക്ക് എന്ന് തോന്നുന്നുവോ, എന്ന് പ്രവർത്തിക്കുന്നുവോ അതിനു വേണ്ടിയിട്ട്, അന്ന് മുതൽ നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. ഇത് നമ്മൾ കാണില്ല, ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ തെറ്റുകൾ കാണാൻ സാധിക്കുമോ? ഭൂരിപക്ഷ ആളുകൾക്കും അത് സാധിക്കില്ല. എന്നാൽ മറ്റുള്ള ആളുകളുടെ തെറ്റ് കാണാനോ വളരെ പെട്ടെന്ന് സാധിക്കും.
അല്ലേ? അതെന്ത് അറിവാണ്, അല്ലെങ്കിൽ അതെന്ത് ജ്ഞാനമാണ്? മറ്റുള്ള ആളുകളുടെ തെറ്റ് കണ്ടുപിടിക്കുന്ന നമുക്ക് നമ്മളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തിരുത്താനും കൂടി തയ്യാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നിൽക്കുന്ന നമ്മളിൽ നിന്ന് അടുത്ത നമ്മളിലേക്കുള്ള ഒരു മാറ്റം സാധ്യമാവില്ലേ? ഇന്നലകളിൽ ഞാൻ എന്താണോ അതിൽ നിന്നും മാറിയതല്ലേ ഇന്നത്തെ ഞാൻ എന്താണോ അതിൽ നിന്നുള്ള മാറ്റമല്ലേ നാളത്തെ ഞാൻ? ആ മാറ്റമല്ലേ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തോ ഉള്ളവനാക്കിയിട്ട് എന്നെ മാറ്റുന്നത്? ഇന്നലെ വരെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത് വരെ എന്നെ നിങ്ങൾക്കറിയില്ല. ഒരു പ്രജീഷ് കാവിൽ ആരാണ് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കില്ല. ഇതിൽ വന്നതിന് ശേഷം ഞാൻ സ്വയം എടുത്തിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്നത്തെ പ്രജീഷ് കാവിലാക്കി എന്നെ മാറ്റിയതും നിങ്ങളുടെ ഗസ്റ്റ് ആക്കിയിട്ട് ഇന്ന് എനിക്ക് വരാൻ നിങ്ങൾ എന്നെ വിളിച്ചതും. ആണോ അല്ലയോ? ആണ്, തീർച്ചയായും. അത് ഒരു ഐഡന്റിറ്റി അല്ലേ? പ്രജീഷ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ഓരോ ആളുകളും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള മാറ്റം അത് മറ്റുള്ള ആളുകൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. മറിച്ച് ആ മാറ്റം ഞാനാണ് എടുക്കേണ്ടത്. ആദ്യം ഞാൻ മാറിക്കഴിഞ്ഞാൽ ബാക്കി മാറും, ഇല്ലേ? ഈ ലോകം മാറ്റണമെന്നുണ്ട് എന്താവണം? ലോകം മാറുന്നത് വരെ നമ്മൾ കാത്തിരിക്കല്ല വേണ്ടത്. നമ്മൾ ഓരോ ആളുകളും മാറിക്കഴിഞ്ഞാല് നമ്മുടെ കുടുംബം മാറും. നമ്മുടെ കുടുംബം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മാറും. നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് തന്നെ മാറും. അത് മാറിക്കഴിഞ്ഞാൽ ഒരു രാജ്യം മാറും. രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ലോകം തന്നെ മാറും. ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് നമ്മൾ മനസ്സിൽ പിടിച്ചിരിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ, തിരുത്തേണ്ട കാര്യങ്ങൾ എന്താണോ, സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണോ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളത്. ഓരോ ട്രെയിനിങ്ങുകൾ കിട്ടും തോറും നമുക്ക് അറിവുകൾ കൂടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഒരു ഗസ്റ്റ് വന്ന് ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കൂടുതൽ കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഞാൻ എടുത്ത് ഒഴിവാക്കേണ്ടത് കൂടിയുണ്ട് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന മുഹൂർത്തങ്ങൾ കൂടിയാണ് അത് ഓരോന്നും. അപ്പോ ഞാനെല്ലാം തികഞ്ഞവനാണ്, ഇനി എനിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, ഇനി എനിക്ക് GTSന്റെ ആവശ്യമില്ല, ഇനി എനിക്ക് മീറ്റിങ്ങിന്റെ ആവശ്യമില്ല, മോർണിംഗ് മീറ്റ് തീരെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ, മീറ്റിങ്ങിലൂടെ എനിക്ക് എന്തൊക്കെയോ കിട്ടിയത് കുറെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്ത വരണം. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് മാത്രമേ ഇനിയും മുന്നോട്ട് കുതിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ, ഇല്ലേ? നമ്മൾ ഇവിടുന്ന് കുറെ റോക്കറ്റുകളും കാര്യങ്ങളൊക്കെ വിടുന്നില്ലേ അങ്ങ് ബഹിരാകാശത്തേക്കൊക്കെ? ഇവിടുന്ന് അതേപോലെ തന്നെയാണ് അവിടെ പോയി ഇറങ്ങുന്നത്? ഇല്ല. മുകളിലേക്ക് ഇങ്ങനെ പോകും തോറും ഉള്ളതിൽ നിന്നും കുറെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കുറെ സാധനം എടുത്ത് ഒഴിവാക്കും. ആ ഒഴിവാക്കുന്നത് എന്താ അറിയോ? ഇനിയും ശക്തമായിട്ട് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ഇന്ധനം കിട്ടാൻ വേണ്ടി, ഊർജം കിട്ടാൻ വേണ്ടി അതുവരെ ഉള്ളതിനെ, അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിനെ, ഇനി അങ്ങോട്ടേക്ക് അതിന് ആവശ്യമില്ല എന്ന് തോന്നുന്നതിനെ എടുത്ത് ഒഴിവാക്കാണ്. മനസ്സിലായോ? അപ്പൊ അതേപോലെ തന്നെ നമ്മളും എന്ത് ചെയ്തേ മതിയാവൂ. ഇപ്പൊ നിൽക്കുന്നത് സ്റ്റാറിലാണ്, റൂബിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി എന്തോ ഒഴിവാക്കേണ്ടിയും കൂടി വരും. ഇനി ഇപ്പൊ നിൽക്കുന്നത് TCയിലാണ്, അത് ATCയിലേക്കും DTCയിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നിറയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഒഴിവാക്കുക എന്നുള്ളത് കൂടി വേണ്ടി വരും. അതെന്ത് എന്നുള്ളത് നമുക്ക് ഓരോ ആളുകൾക്കേ അറിയാൻ പറ്റൂ. ഞാൻ എന്ത് സ്വീകരിക്കണം, എന്ത് ഒഴിവാക്കണം. ഇനി ചിലർ പറയാണ് എനിക്കൊന്നും ഒഴിവാക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ടാവണം. മനസ്സിലായോ? അങ്ങനെ ഉണ്ടായേ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്, ആളുകളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ ആളുകളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, കേൾക്കണം, കേട്ടിരിക്കണം, അവൾക്ക് സമയം കൊടുക്കണം, അതിനു വേണ്ടിയിട്ട് എന്റെ സമയം മാറ്റിവെക്കണം എന്ന് അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ആ മാറ്റം നമ്മൾ സ്വീകരിച്ചേ പറ്റും. നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസില് ഇതൊക്കെ ഉണ്ടായേ പറ്റൂ, ഇല്ലേ? ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളൊക്കെ കാണുന്ന സമയം നിങ്ങൾ എന്തോ ഒരു ഗൗരവത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാ. നിങ്ങൾ ഒരു ഗൗരവവും കാണിക്കണ്ട. ഞാൻ അതിന് മാത്രം ലോകം കീഴടക്കുന്ന ഒരു സാധനം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുള്ളൂ. അതിനിങ്ങനെ ഇപ്പൊ കിട്ടുമ്പോഴത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ഇരിക്കണ്ട. സിമ്പിൾ ആയിട്ട് ഇരുന്നാ മതി. ഒരു ഒരു ലാളിത്യത്തോട് കൂടിയിട്ട് സിമ്പിൾ ആയിട്ട്
ഒന്ന് പുഞ്ചിരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ രസമാണ്. കാരണം ഞാൻ നിങ്ങളെ നോക്കിയിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ എനിക്ക് നിങ്ങളെല്ലാ ആൾക്കാരെയും കാണാം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾ എല്ലാ ആളുകളെയും നിറഞ്ഞ കണ്ണുകളും വിടർന്ന ചുണ്ടുകളും, അതായത് ഒരു പുഞ്ചിരിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ കാണാനായി ആണല്ലോ ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത് കുറേയും കൂടിയും ശക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റും. മറ്റേ ഞാനൊന്നും കൂടുതൽ തരുന്നില്ല ഞാൻ പറഞ്ഞു, അങ്ങനെ തരാൻ മാത്രമുള്ള ആളൊന്നല്ല ഞാൻ. എനിക്ക് തരാനുള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ, അവർ വരും. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ജാഗരൂകരായിട്ടിരുന്നാൽ മതി. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇരിക്കുക. ഒന്ന് പുഞ്ചിരിക്കുന്നതിൽ കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. കാരണം അത് ഏത് സമയത്താണെങ്കിലും, അയാളുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവൂ, ഇല്ലേ? നമുക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടും, നമുക്ക് ഒരു ഫ്രീ കിട്ടും. നമ്മളുടെ നാഡീഞരമ്പുകളൊക്കെ ഒന്ന് അയയുന്നതായിട്ട് ഫീൽ ചെയ്യും. മറ്റേത് നമ്മളിങ്ങനെ എന്തോ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ്, ഈ എയർ കയറ്റി നിർത്തുന്ന മാതിരി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ടിരുന്നാൽ മതി. ഞാൻ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ചിരിച്ചുകൊണ്ട് ഉറങ്ങാം. കാരണം നമ്മൾ ഉറങ്ങുന്നത് കാണുമ്പോൾ തന്നെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ഒരു സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു വാശി പിടിച്ച് ദേഷ്യം പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആ രീതിയിലേക്ക് ഇനി ഇത് തന്നെ നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രവിച്ചിരിക്കാൻ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ അപ്പിയറൻസും കൂടി അവര് വിലയിരുത്തും. കാരണം നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ, അവരെത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും, അവർ ഏത് ട്രെയിനിൽ പോകേണ്ട ആളുകളാണെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അതൊക്കെ നമുക്ക് ഈ ബിസിനസ്സിൽ മനസ്സിലാക്കുവാണെങ്കിൽ വളരെ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. സാധാരണഗതി പറയാറുണ്ട്, ഏതൊരു ലീഡർക്കാണെങ്കിൽ പോലും, ഏതൊരു ട്രെയിനർക്കാണെങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ ആ വ്യക്തിക്കും ഈ ബിസിനസ്സിൽ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു മുഷിപ്പ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താക്കും, നമുക്കൊക്കെ മുഷിച്ചു കഴിഞ്ഞാലോ നമ്മൾ ലീഡർ എന്ന് പറയും, നമ്മളെ വല്ലാതെ ഇങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യാം. നീ അങ്ങനെ ഇരിക്കരുത്, ഇതാ നിനക്കത് പറ്റും, നിനക്കിത് ചെയ്യാൻ പറ്റും, നീ അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാറില്ലേ? എന്നാൽ നമ്മളൊക്കെ ലീഡേഴ്സ് ആകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബൂസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടറിൽ നിന്ന്, മറ്റുള്ള ആളുകളിൽ നിന്ന് വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കാതെ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് സാധാരണഗതിയിൽ മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ഒരു പദമാണ്, വളരെ പോപ്പുലർ ആയിട്ട്. മോട്ടിവേഷൻ ആണ് നമ്മൾ അടുത്തതിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ പറയുകയാണെങ്കിൽ, അതിന്റെ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ അതല്ല എന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ടർ മാത്രമാണ്. മോട്ടിവേഷൻ ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ബട്ട് ഹാബിറ്റ്സ് ലീഡ്സ് ടു സക്സസ് എന്ന് പറയും. അതായത് നമ്മുടെ ഹാബിറ്റുകളാണ്, നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ സക്സസിലേക്ക് നയിക്കുന്നത്. അല്ലാണ്ട് നമ്മളെ മോട്ടിവേറ്റ് ആക്കിയത് കൊണ്ട് മാത്രം നമ്മൾ സക്സസിലേക്ക് എത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളും ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങളുണ്ട്, നിമിഷങ്ങളുണ്ട്, മണിക്കൂറുകളുണ്ട്, ദിവസങ്ങളുണ്ട്. സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്കുള്ളിൻ്റെ ഉള്ളിൽ തന്നെ, അതിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ, ചില വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് പറയൂ ഒന്ന് കൈ വെക്കുവോ തള്ളിത്തരാൻ വേണ്ടിയിട്ടേ, ആ വണ്ടി തള്ളിയാലേ സ്റ്റാർട്ടാവൂ. അതൊരിക്കലും ഉള്ളിൽ എടുക്കൂല. സ്വന്തം സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അത്തരത്തിലുള്ള വണ്ടികളായിട്ട് നമ്മൾ മാറാതെ ഏത് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അത് സെൽഫ് എടുക്കാൻ, സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് പറ്റും, സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് അങ്ങനെ കടന്നു പോയിക്കോട്ടെ, അത് നല്ലതിനാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു, അത് കുഴപ്പമില്ല, അതെന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ആവശ്യമായിരിക്കും, അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് മറികടന്ന് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മളെ തളർത്താൻ ആർക്കും കഴിയില്ല. അങ്ങനെയല്ല, ചില ബാഹ്യ ശക്തികൾ ചിന്തിക്കുകയാണ് ഇവനൊന്ന് തളർത്തി കളയണം, ഇവനെ അങ്ങ് ഇല്ലാണ്ടാക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കിത് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ ജയിക്കും, നമ്മൾ തളരും. നമുക്കത് ഉള്ളിനുള്ളിൽ നിന്ന് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും, അയാൾ തളരും. സത്യമല്ലേ? ഇതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ഒരു എന്താ പറയാ, എനർജി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പരാജയപ്പെട്ട ആളുകളൊക്കെ സാഹചര്യങ്ങളെ പഴിക്കുന്ന ആളുകളാ.
എന്നാൽ വിജയിച്ച ആളുകളൊക്കെ അത്തരം സാഹചര്യങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ച ആളുകളാണ്. ഈ രണ്ടും രണ്ട് മനോഭാവമാണ്. ചില ആളുകൾ പറയും, ഇന്ന് കൊറോണ വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ ഫ്ലഡ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, നിപ്പ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു അല്ലേ. എന്നാ ഇത് വന്നിട്ട് അതിനെ അവസരങ്ങളാക്കി മാറ്റിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ എന്താ ഈ രണ്ടുപേരും മനുഷ്യന്മാർ തന്നെയല്ലേ? രണ്ടാളുകൾ മനുഷ്യന്മാർ തന്നെയാണ്. ചിലര് പറയൂ, അയ്യോ നമ്മുടെ പ്രോഡക്റ്റിന് ഭയങ്കര വിലയാണ്. ആളുകളോട് പറയുമ്പോൾ തന്നെ പേസ്റ്റിന് ഇത്ര വിലയോ, സോപ്പിന് ഇത്ര വിലയോ. എന്നാൽ ചില ആളുകൾ പറയൂ, എന്താ ക്വാളിറ്റി സാറേ, ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങാം. ചൂടപ്പം പോലെ നമ്മൾ ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യന്മാർ തന്നെയല്ലേ, ഇത് ഒരേ പ്രൊഡക്റ്റ് തന്നെയല്ലേ, ഒരേ കമ്പനി തന്നെയല്ലേ. എവിടെയാ ഈ മാറ്റം വരുന്നത്? നമ്മുടെ ചിന്തകളിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് അല്ലേ. അപ്പൊ മാറ്റേണ്ടത് നമ്മുടെ ചിന്തകളാണ്. ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറിക്കോളും. ഓക്കെ, ഒരു ദിവസം 60,000-ഓളം ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കയറി ഇറങ്ങി പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ദിവസം 60,000-ഓളം ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. ഇതിൽ തന്നെ 80% റിപ്പീറ്റഡ് തോട്ട്സ് ആണ് പറയുന്നത്. നമ്മൾ ഇന്നലെ ചിന്തിച്ച കുറെ കാര്യങ്ങളല്ലേ, അതിന്റെ 80% തന്നെയാണ് ഇന്നും ചിന്തിക്കുന്നത്. പുതിയ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി 20% മാത്രമേ നമുക്ക് അല്ലാത്ത പുതിയ കാര്യങ്ങളും മറ്റുമൊക്കെ ചിന്തിക്കാൻ സാധിക്കൂ. അത് നമ്മുടെ ബ്രെയിനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ എന്താക്കുക, നെഗറ്റീവുകൾക്കുള്ളിലൂടെ പോകുന്ന സമയത്ത് നമ്മളുടെ ചിന്തകളിൽ 80% അത് തന്നെ വരും. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനി അതല്ല, നമുക്ക് ഒരു കൂട്ടം പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തില്, അല്ലെങ്കിൽ നല്ല ചിന്തകളുള്ള ആളുകളുടെ കൂട്ടത്തില്, നല്ല ആശയങ്ങളുള്ള ആളുകളുടെ കൂട്ടത്തിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മളുടെ ചിന്തകളിലും അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ പ്രവൃത്തിനെ സ്വാധീനിക്കാൻ തുടങ്ങും. ഞാനാവണമെന്നുണ്ടെങ്കിൽ, ഞാൻ CTC ആവണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി ITC ആവണമെന്നുണ്ടെങ്കിൽ, നാളെ ഡയമണ്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രവൃത്തി തന്നെയാണ് ആ പ്രവൃത്തിയെ നയിക്കുന്നത്, അതിനെ സ്വാധീനിക്കുന്നത് എന്റെ ചിന്തകളാണ്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താക്കുക, നമ്മൾ മാറി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റുള്ള ആളുകളൊക്കെ മാറിയിട്ട്, ടീമൊക്കെ മാറ്റം വന്നിട്ട്, ലീഡേഴ്സുമാരുടെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇത് നമ്മളുടെ ബിസിനസ്സാണ്, നമ്മൾ മാറുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രവൃത്തി കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് പ്രചോദനം തോന്നണം. അത് ശരി, ഇന്നാള്. അല്ലാതെ മറ്റുള്ള ആളുകളുടെ പ്രവൃത്തിയിലൂടെ മാത്രം പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ച് ജീവിച്ചു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറണ്ടാകുന്നേ. നമ്മളെ റോൾ മോഡലാക്കി മാറ്റാൻ മറ്റുള്ള ആളുകൾക്ക് സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്ന് കാണിക്കണം, മാറി കാണിക്കണം. അത് നമുക്ക് സാധിച്ചാൽ മാത്രം മതി. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടീമിനോടൊക്കെ ഫ്ലെക്സിബിൾ ആകുക, കുറേയും കൂടി ഫ്ലെക്സിബിൾ ആകുക. എത്ര കണ്ട് ഫ്ലെക്സിബിൾ ആകാന്ന് വെച്ചാല് താഴെ അല്ലെങ്കിൽ തലകുനിക്ക എന്നൊന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതായത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും മാറിയിട്ട് അവര് പറയുന്ന ആണില്ലേ, അങ്ങനെയാണല്ലേ, ഓക്കെ, നീ പറയുന്ന പോലെ അല്ലെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെ ഇങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളത് അവരോടും കൂടി, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്ക് കൂടി, അവരുടെ ചിന്തകൾക്ക് കൂടി, അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി ഒക്കെ വില കൽപ്പിച്ചുകൊണ്ട്, സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതല്ല ഞാനാണ് ലീഡർ, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിച്ചാൽ മതി, ചെയ്താൽ മതി എന്നുള്ള അവസ്ഥ മാറ്റി നിർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അനന്തരഫലം വലിയ ആപത്തായിരിക്കും. അപ്പൊ നമ്മള് പറയാറുണ്ട്, ഇതൊരു ബോസ് ബിസിനസ് ഒന്നും അല്ല, ഞാനാണ് ഇവിടുത്തെ നേതാവ്, ഞാൻ പറയുന്നതിനപ്പുറത്തേക്കില്ല എന്നൊന്നും ചിന്തിക്കരുത്. അതിനപ്പുറത്തേക്കുണ്ട്. ഒരു പക്ഷെ നമ്മളെക്കാട്ടിലും അറിയുന്നത് നമ്മളത്ര പോലും ഈ ബിസിനസ്സിൽ അറിവില്ലാത്ത ആളുകൾക്കായിരിക്കാം. എല്ലാം തികഞ്ഞവനായിട്ട് പടച്ചോൻ ആരെയും സൃഷ്ടിക്കുന്നൊന്നുമില്ല. പിന്നീട് നമ്മൾ ഓരോന്നും പുതിയത് അപ്ഡേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ആ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണില് ചില ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങള് എടുത്ത് പെരുമാറാൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ അത്ര പോലും നോളജ് ഇല്ലാത്ത, അറിവില്ലാത്ത നിങ്ങളുടെ വീട്ടിലുള്ള ചില കൊച്ചു കുട്ടികൾക്ക് അതിനേക്കാളും ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. കാരണം അത് നമ്മൾ മാനിച്ചേ പറ്റൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത് ചില ആളുകളുണ്ട്. ഞാനിപ്പോ വലിയ റാങ്കിലാണല്ലോ, അപ്പോ ഇനിയിപ്പോ ഞാൻ എന്റെ ടീമിലുള്ള ആളുകളോട് അതെങ്ങനെയാ ഒരു സംശയം ചോദിക്കാം, എന്നിട്ട് ഇവന്റെ
ഇവനോട്ട് അറിവിട്ടില്ല എന്നും, എന്നാൽ അത് ഉണ്ടാക്കാനായിട്ടുള്ള പണി എടുക്കുകയില്ല. കാരണം ഞാൻ ചോദിച്ചു പോയാൽ മോശമായി പോകുമോ? കാരണം ഞാനാണല്ലോ വലിയ റാങ്കിലുള്ള ആള്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യാറിയോ, അത് പിന്നെ ശരിയാണോ തെറ്റാണോ ഓരെന്ത് വിചാരിക്കുന്നത് ഞാൻ നോക്കും. എനിക്ക് അറിയാത്ത കാര്യമോ അത് വലിയ കാര്യം ആയിക്കോളൊന്നുമില്ല, സിമ്പിൾ കുഞ്ഞു കാര്യമാണെങ്കിലും അത് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ചോദിക്കും, ഇതെങ്ങനെയാ ചെയ്യുന്നത്, ഇതെന്താ സംഭവം. അതിപ്പോ ചോദിക്കുന്നതിൽ എന്താ, ഒരിപ്പോ നമ്മളെ കളിയാക്കാൻ വിചാരിക്കുക, ആ കളിയാക്കൽ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ, ഞാനത് ഉള്ളോട്ട് എടുക്കാതിരുന്നാ പോരെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കത് പഠിക്കുക എന്നുള്ള മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്ത്യ ഷോപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് സാധനം വാങ്ങുന്നത് അന്ന് DTCയിൽ നിൽക്കുന്നേ, ഇത് ഞാൻ CTCയിൽ നിൽക്കുമ്പോൾ അന്ന് DTCയിൽ നിൽക്കുന്ന ഒരു ലീഡർ, ആ ലീഡർ ഇന്ത്യ ഷോപ്പിൽ നമ്മൾ ഇന്ത്യ ഷോപ്പിന്റെ അതുണ്ട് എല്ലാവരോട് നമ്മളും പറയാറുണ്ട്, അതിൽ ഇങ്ങനെയാണ് സാധനം മേടിക്കുന്നതെന്നും ഓൺലൈൻ ത്രൂ ആണെന്നും അതിൽ ഇന്ന സാധനങ്ങൾ കിട്ടുമെന്ന് ഇത്ര സമയം കൊണ്ട് കിട്ടുമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളിത് ചെയ്യാറില്ലേ. കാരണം എന്താ, നമുക്ക് തൊട്ടടുത്ത് ഒരു 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറിലെത്തും. അപ്പൊ പിന്നെ ഇന്ത്യ ഷോപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ ഷോപ്പിൽ സാധനം മേടിക്കുന്നത് ഒരു DTC ലീഡറുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഞാൻ ചിന്തിക്കാണ്, അയ്യേ ഈ DTC അറിഞ്ഞാലോ, എനിക്കിതിൽ നിന്ന് വാങ്ങാൻ അറിയില്ല എന്നുള്ളത്, ഞാൻ മോശക്കാരനായി പോയി. എന്ത് മോശക്കാരൻ, ആരുടെ മുമ്പില്. നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഈഗോസ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെക്കുക. പഠിക്കാൻ എവിടുന്ന് പറ്റുന്നോ, അത് എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും അറിവുള്ളവന്റെ അടുത്ത് പോയിട്ട് പഠിക്കുക. അതിനൊന്നും ഒരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, അയ്യോ അതെനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വില പോയി പോകും, അല്ലെങ്കിൽ പിന്നെ ഞാന് ലീഡറാന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിനുള്ള. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ വ്യക്തി വീണ്ടും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? നമുക്കറിയാത്ത കാര്യങ്ങള് അറിയാൻ വേണ്ടി, ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്താണ് വീണ്ടും നമ്മൾ അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതെനിക്കറിയില്ലായിരുന്നു, എടാ നിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി, താങ്ക്സ് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്തായിരിക്കും, ഞാൻ എന്താ CTCക്ക് ഒരു പുതിയ അറിവ് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ നമുക്കൊക്കെ ഈ കിട്ടിയിരിക്കുന്ന അറിവുകളൊക്കെ എവിടുന്നാണ്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലാന്നേ, ഇതൊക്കെ ഉള്ളത് വേറെ ആരോഗ്യമോ തന്നതാ അല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഈ മനസ്സിലെടുക്കേണ്ട ആവശ്യം? അതിന്റെ ആവശ്യമല്ല. അപ്പൊ നമ്മൾ എന്താക്കുക, ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ കാര്യങ്ങളോടും യെസ്. ഇപ്പോൾ സാധാരണഗതി പറയും യെസ് ബട്ട് തിയറി എന്നൊക്കെ പറയുന്നറിയും. അപ്പൊ നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്തൊക്കെ കേൾക്കാം യെസ് ബട്ട് തിയറി. അതായത് അത് ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ഭാഗമാണ്. അതായത് ഞാൻ പറയുന്ന പോലെ തന്നെ എന്നുള്ളത് മാറ്റിയിട്ട്, ശരി നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ അതിൽ ഇങ്ങനെ എന്നുള്ള ഒരു തിരുത്ത് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് യെസ് ബട്ട് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലൂടെ നമ്മൾ മാറാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിലേ നമുക്കൊരു ടീമിനെ നയിക്കാൻ പറ്റൂ. ഇല്ല എങ്കിൽ അടിയായിരിക്കും, പൊരിഞ്ഞടി. അപ്പൊ അത് വേണ്ട. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ലീഡർക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അതായത് ഞാൻ എൻ്റെ ടീമിനെ എങ്ങോട്ട് നയിക്കണം, ഏത് രീതി കൊണ്ടുപോകണം, അവർക്ക് എന്ത് കൊടുക്കണം എന്നുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവും. ഒരു നെല്ല് ഉണ്ടാക്കുന്നേ, വാഴ ഉണ്ടാക്കുന്നേ, കപ്പ ഉണ്ടാക്കുന്നേ, അല്ലെങ്കിൽ റബ്ബർ ഉണ്ടാക്കുന്നേ, അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാക്കുന്നേ, ഈ കർഷകർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. എന്ന് വിളവിടണം, എന്ന് അത് പരിപാലിക്കണം, എന്ന് കള പറിക്കണം, എന്ന് വിളക്കി പിന്നെ വളം കൊടുക്കണം, എന്ന് വെള്ളം കൊടുക്കണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് ഇതൊന്നും അറിയാത്തൊരു സാധാരണ കർഷകനുണ്ട്. എന്നാൽ ആ കർഷകനുള്ള കാഴ്ചപ്പാടിന്റെ അത്രയെങ്കിലും വലിയൊരു ടീമിനെ നയിക്കുന്ന നമുക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാവണം. ഞാൻ എപ്പോ ഇവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എന്റെ ടീമിനെ ഞാൻ എങ്ങനെ നയിക്കണം, എങ്ങനെ പ്രാപ്തമാക്കണം, അതിനെ എന്ത് ഫീഡ് ചെയ്യണം, അതിനെപ്പോ ഫീഡ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല എങ്കിൽ എത്ര ശക്തമായിട്ട് വളർന്നു വന്നതാണെങ്കിലും ചിലപ്പോ വേണ്ട സമയത്ത് വേണ്ട പോഷകങ്ങളോ മറ്റോ കിട്ടിയിട്ടില്ലെങ്കിൽ അത് തളർന്നു പോയേക്കാം. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ടീമിനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക, നല്ല പോഷകങ്ങൾ കൊടുക്കുക. നല്ല പോഷകങ്ങൾ എന്താണോ നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് അതിന്റെ റിസൾട്ട് അല്ലേ കിട്ടും. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുക. മറ്റൊന്നും സ്വാർത്ഥരാവാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാതിരിക്കാം. ഏത് അവരോട് മിണ്ടണ്ട കേട്ടോ, ഇവരോട് സംസാരിക്കരുത് കേട്ടോ, അങ്ങനെ പറയണ്ട കേട്ടോ, ഓൾക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, അത് ഇതല്ല നമ്മളെ ടീമല്ല കേട്ടോ, അപ്പൊ ഓരോട് അധികം സംസാരിക്കണ്ട,
അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അങ്ങനെ ഒരിക്കലും. അത് സ്വാർത്ഥതയുടെ ലക്ഷണമാണ്. അത് ഞാൻ എന്ന് പറയുന്ന എന്നിലേക്കുള്ള ഒരു ഉൾവലിയലിന്റെ ലക്ഷണമാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു ചുരുങ്ങിപ്പോകലിന്റെ ലക്ഷണമാണ്. അതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല. അവരെ വലുതാകാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. കൂട്ടിലിട്ട് വളർത്തുന്നതല്ല നമ്മളോടൊപ്പം അവർ ചേർന്ന് നിൽക്കുന്നത്. അവരെ തുറന്നു വിട്, എന്നിട്ട് നമുക്ക് നോക്കാം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്, ഇല്ലേ? അവരെ സ്വതന്ത്രമാക്കി വിടുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ അവരെങ്ങനെ ചുരുക്കി നിർത്തിയിട്ട് കൂട്ടിലിട്ട് നിർത്തിയിട്ട് നമ്മൾ അവരെ വളർത്താൻ ശ്രമിക്കരുത്. എന്നെങ്കിലും കൂടിന്റെ ഡോറ് തുറന്നാൽ അവർ നമ്മുടെ വിട്ട് പറന്നു പോകും. അത് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യാണ്, നിൽക്കുകയാണ്. അപ്പൊ അത് വേണ്ട. അവർ തുറന്നു വിട്ടു കഴിഞ്ഞാലോ അവർ പിന്നെ എവിടെയും പോകില്ലെന്നേ. ആ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ്, എല്ലാത്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാത്തിലും നന്മ കാണുക. ഒന്നിനെയും നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ടോ കളിയാക്കിയിട്ടോ പുച്ഛിച്ച് തള്ളേണ്ടതില്ല, ഇല്ലേ? എല്ലാ ആളുകൾക്കും എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വിജയിക്കണം. ആ വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. നമ്മൾ തയ്യാറാണെങ്കിൽ കമ്പനി നമ്മളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അത് അതേപടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. അതിന് തയ്യാറായാൽ മാത്രം മതി. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ആർക്കെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? ആർക്കെങ്കിലും ചോദിച്ചാൽ ആർക്കും ഇല്ല എന്നുള്ളതിന്റെ അർത്ഥത്തിലല്ല. ആർക്കൊക്കെയോ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ഈ ഒരാഴ്ച എന്റെ ടീമിനെ എങ്ങനെ നയിക്കണം? ഒരു കാഴ്ചപ്പാടുണ്ടോ? ഇല്ല. ഈ മാസമോ ഈ വർഷമോ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ കുറിച്ച് നമ്മൾ ഉറക്കത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അടുത്ത വർഷം നമ്മുടെ ടീം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ഉറക്കത്തിൽ പോലും ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇല്ലേ? അപ്പോഴാണ് ആ രീതിയിലേക്കൊക്കെ ഒരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്യാം, ഒരു കാഴ്ചപ്പാട് നമ്മൾ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത ആളുകളാണ് വലിയ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു NTC എബോ ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബോംബെയിൽ വെച്ചിട്ട്. ഇതിലുള്ള പല NTCകൾ ഇതിലുണ്ടെങ്കിൽ അവർ പങ്കെടുത്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ കമ്പനിയുടെ MD പറഞ്ഞത് 2030 ആകുമ്പോഴത്തേക്കും ഒരു $1 ബില്യൺ കമ്പനി ആയിട്ട് നമ്മൾ മാറുമെന്നുള്ളതും 1000 പ്രോഡക്റ്റുകളെങ്കിലും നമ്മുടെ കമ്പനിയിലൂടെ പുറത്തിറക്കുമെന്നുള്ളതൊക്കെ. കാരണം 5 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളെ മാനേജ്മെന്റിന് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ അവരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ സെറ്റ് ചെയ്ത് അതിന്റെ അപ്പുറത്തേക്കില്ല എന്നുള്ളതല്ല. 5 വർഷം ആകുമ്പോഴത്തേക്ക് എന്താവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. നമുക്കോ 5 വർഷം പോട്ടെ, 5 ദിവസത്തേക്ക് അപ്പുറത്തേക്കുള്ള എന്ത് കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്? അടുത്തൊരു 5 വർഷം 5 ദിവസം കൊണ്ട് എന്തായിട്ട് മാറണം, എങ്ങനെയായിട്ട് മാറണം? അങ്ങനത്തെ ഒരു പല ആളുകൾക്കും അതില്ല. അത് അവരുടെ തെറ്റാണെന്നൊന്നും അല്ല പറഞ്ഞത്. അതിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഇന്ന് വരെ അങ്ങനെയൊന്നും സെറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട മേഖലയിൽ അല്ലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാ. അത് അവരെ കുറ്റം പറയോ അല്ലെങ്കിൽ മോശാന്ന് പറയോ അല്ല, ഒരിക്കലും അല്ല. അതിലേക്ക് നമ്മൾ വന്നാൽ മതി. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചില മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രം മതി, വേറൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ ഏത് സമയത്തും ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിട്ട്, നമുക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിനും അതുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിൽ എന്താണോ ഉള്ളത് അതൊക്കെ അവർക്കും ഉണ്ടാവും. നമ്മളിൽ അസൂയയും കുശുമ്പും ഏഷണിയും ഭീഷണിയും ഒക്കെ ഉള്ളൂ എങ്കിൽ അതൊക്കെ തന്നെ നമ്മുടെ ടീമിനും വരാനുള്ള സാധ്യത ഉള്ളൂ, അല്ലേ? അതാണ് പറയാറുണ്ട്, ടാങ്കിലുള്ളത് മാത്രമേ ടാപ്പിൽ വരൂ. അപ്പോ നമ്മളാണ് നമ്മളെ ടീമിന്റെ ടാങ്ക്. നമ്മളിൽ എന്താണോ ഉള്ളത്, നമ്മളിൽ അസൂയ ഉള്ളതെങ്കിൽ നമ്മൾ അവരോട് നല്ലത് മാത്രം ചിന്തിക്കുന്ന പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? നമ്മൾ പറയുന്നത് മൊത്തം നെഗറ്റീവാ. നമ്മുടെ ടീമിനോട് നിങ്ങൾ പോസിറ്റീവായിട്ട് പറയാന്ന് പറയുന്നതിൽ എന്തേ അർത്ഥമുണ്ടോ? ഒരർത്ഥം. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ പ്രതിരൂപമാണ് നമ്മുടെ ടീം. നമ്മൾ കണ്ണാടിയിൽ നിന്ന് കഴിഞ്ഞാൽ, കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്നത് എന്താണോ അതിനല്ലേ കണ്ണാടിയിലും കാണൂ, അല്ലേ? അതിൽ വേറെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കണ്ണാടിയിൽ ഇവിടെ അല്ലല്ലോ കാണുക, ഇത് ഇവിടെ അല്ലേ കാണുക. അതേപോലെ തന്നെയാണ് നമ്മളെ ടീമും. അപ്പൊ ആ ടീമിൽ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടീമിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറണം, പ്രതീക്ഷയുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ ആ ടീമിനും
കോൺഫിഡൻസും പ്രതീക്ഷയും ഒക്കെ കൈവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മൾ എത്ര കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, വണ്ടി മുന്നോട്ട് പോകില്ല. എത്ര കോടികളുടെ വണ്ടിയാണെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ധനം, ഫ്യൂവൽ ആവശ്യമാണ്. ആ ഫ്യൂവലാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മുന്നോട്ട് എത്തണം എന്നുള്ള ആ പ്രതീക്ഷ നമുക്കില്ല എങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഉരുട്ടാൻ പറ്റില്ല. ആ രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ ടീമിനെ ട്രീറ്റ് ചെയ്യണം. അതിന് നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ ഇനിയും ഏതൊക്കെയോ വർക്ക്ഷോപ്പിലൂടെ കയറി ഇറങ്ങി നമുക്ക് ഇനിയും എവിടേക്കോ ഗ്രീസ് അടിക്കാനോ ഓയിൽ ഇടാനോ ഒക്കെ ഉണ്ടെന്നേ. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വന്ന വണ്ടികളൊന്നും അല്ല. അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു എന്ന് കരുതുക, ഒരു ബിസിനസ് കുറഞ്ഞു എന്ന് കരുതുക, ടീമിന്റെ ആ കുറഞ്ഞ ഉത്തരവാദിത്വം നമ്മൾ ആരെങ്കിലും ഏറ്റെടുക്കാറുണ്ടോ? ഇല്ല, കുറ്റപ്പെടുത്താറേ ഉള്ളൂ. അത് ഇന്നുകൊണ്ടാണ്, അന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അവരുകൊണ്ടാണ്. ആ ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ ലീഡറായിട്ട് മാറുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളെ തെറ്റുകൊണ്ടല്ല എങ്കിൽ, നമ്മളെ ടീമിനെ തെറ്റുകൊണ്ടാണ് എങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മളാണ് നമ്മളെ ടീം, നമ്മളുടെ പ്രതിരൂപങ്ങളാണ് നമ്മളെ ടീം. ആ ടീമിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ഞാനാണ് എന്റെ ടീം എന്ന് ചിന്തിക്കുന്നിടത്ത് ഉണ്ടാകുന്നൊരു വളർച്ച ഉണ്ട് നമ്മുടെ. അല്ല, അങ്ങനെ ഉണ്ടല്ലോ, അത് ചെറിയ വളർച്ചയല്ല. നമുക്ക് എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും അപ്പ് ലൈൻസിനും ഡൗൺ ലൈൻസിനും എന്തെങ്കിലും നല്ലത് മാത്രം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഞാൻ നടക്കുന്ന കേസല്ല. ആ ഞാൻ എന്ന് പറഞ്ഞ ഏറ്റെടുക്കുന്ന ആ നന്മകള് അതേപോലെ തന്നെ എന്തെങ്കിലും കുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെയും കൂടി ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴേ നമ്മളൊരു വളർന്ന വ്യക്തിയായിട്ട്, അല്ലെ വളരുന്ന വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ നല്ല മനസ്സുള്ള വ്യക്തിയായിട്ട്, നല്ലൊരു ലീഡറായിട്ട് മാറും. അല്ലേ പിന്നെ പോയില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മോഹൻ സാറ്, അദ്ദേഹത്തിന്റെ പുതിയ വണ്ടി ഇറക്കി, ഒരു 1.5 കോടിക്ക് മുകളിലുള്ള വണ്ടിയാ, വോൾവോ X990 മറ്റോ ആണ് വണ്ടി. അത് ഇറക്കി, ഡ്രൈവർ വേറെയാണല്ലോ, വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങി കുറഞ്ഞ ദിവസം കഴിഞ്ഞ സമയത്തോ ഇത് എവിടെയോ ഒന്ന് ചെറുതായിട്ട് തട്ടുവോ മുട്ടുകയോ ചെയ്തു. 1.5 കോടിക്ക് മുകളിൽ വിലയുള്ള വണ്ടി, പുതിയ വണ്ടി ഒന്ന് മുട്ടുവോ അരഞ്ഞോ ചെയ്താല് അത് വാങ്ങിയ നമ്മളെ അവസ്ഥ എന്തിന്? 5 ലക്ഷം റുപ്യന്റെ ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അതെവിടെയെങ്കിലും നമ്മളല്ല, നമ്മുടെ ഡ്രൈവറോ അല്ല മറ്റൊരാൾ വന്നിട്ട് തട്ടിപ്പോയാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥകൾ ചിന്തിച്ചു നോക്കി. എനിക്ക് തോന്നുന്നത് അന്നത്തെ ഡ്രൈവർ അല്ല, അന്ന് ഓടിച്ച ടീമിലുള്ള ഏതൊരു വ്യക്തിയാന്ന് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥയല്ല, നമ്മൾ കൊന്നാളും അയാളാണ്, അല്ലേ? തട്ടിക്കഴിഞ്ഞാല് കൊല്ലാല് അത്രയും ദേഷ്യം ഉണ്ടാവില്ലേ നമുക്ക്? അപ്പൊ ഈ മോഹൻ സാറ് അദ്ദേഹം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം കോടികളുടെ വണ്ടിയല്ലേ, നമ്മുടെ അവനവന്റെ കയ്യിൽ നിന്ന് തട്ടി സംഭവിച്ചു പോയില്ലേ. മോഹൻ സാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അതിനെന്തിനാ ഈ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, ഇത് വണ്ടിയല്ലേ, നമുക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ലീഡറാ. കാരണം ആ വ്യക്തിയുടെ ഭാഗത്ത് വന്ന തെറ്റും കൂടിയും ഇദ്ദേഹം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ. അപ്പോ ആ വ്യക്തിയുടെ മനസ്സിൽ, അത് സംഭവിച്ചു പോയിട്ടുള്ള വ്യക്തിയുടെ മനസ്സിൽ ഈ വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വലുപ്പം എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത്, അല്ലേ? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? അവൻ അവിടെ ഇട്ട് കൊന്നാള് നശിപ്പിച്ച് കളയും. അപ്പോ ഒരു പക്ഷേ നമ്മളെ ടീമിനെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ നമ്മൾ തന്നെയാ, അതിൽ തർക്കമൊന്നുമില്ല. അത് ചില പെരുമാറ്റങ്ങളാവാം, ചിന്തകളാവാം, ആശയങ്ങളാവാം, ആശയവിനിമയങ്ങളാവാം. അതെന്ത്, എങ്ങനെ, ഏത് എന്നുള്ളത് നമ്മളാണ് സെലക്ട് ചെയ്തിട്ട് തിരുത്തേണ്ടവ തിരുത്തുകയും അല്ലാത്തവ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ടത്. ചെയ്യുന്ന ഓരോ കാര്യത്തിലും നന്മയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് വിഷമത്തിനാവരുത്, മറ്റൊരാൾക്ക് അത് മൂലം ഒരു പ്രയാസം ഉണ്ടാവരുത് എന്ന് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കണം. നമുക്ക് വേണ്ടി മാത്രം, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് മറ്റുള്ളവനെ തീർത്ത് കളയുന്ന ഒരു അവസ്ഥ നമുക്ക് പോകരുത്. അതിന് ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് കുറച്ച് പൈസ കിട്ടുമായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ ഒരു കണക്ക് പുസ്തകമുണ്ട്, അവിടെ നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് പൂർണ്ണമായിട്ടും
ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമെങ്കിലും വന്നേക്കാം. അതുകൊണ്ട് നന്മയുള്ളത് മാത്രം, നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. അതിനപ്പുറത്തേക്ക് പോകരുത്. എന്ത് തന്നെയാണെങ്കിലും കൂടുതൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വേണ്ട, അത് നമുക്ക് ഉതകൂല, അത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ളത് ചിന്തിക്കാം. അപ്പോ ചെയ്യുന്ന ഓരോ കാര്യത്തിലും മറ്റുള്ളവനെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവനെ പ്രയാസപ്പെടുത്താതെ നന്മ മാത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുന്നേ. കുറച്ച് വരുമാനം കുറഞ്ഞാലും, ചില ആഴ്ച വരുമാനം കുറഞ്ഞാലും, ചില മാസങ്ങളിൽ ഇത്തിരി വരുമാനം താഴെ പോയാലും മനസ്സമാധാനം കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് വരുമാനവും കൂടുതലായിരിക്കും, മനസ്സമാധാനം ഒട്ടും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാൾ നല്ലതല്ലേ ഇത്തിരി പൈസ കുറഞ്ഞാലും വേണ്ടിയില്ല, മനസ്സമാധാനത്തോട് കൂടി നിൽക്കാൻ പറ്റുമെന്ന് അറിയുന്നത്. പൈസ നമുക്ക് നാളെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിലും എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തതൊന്നും ചെയ്യരുത്. എത്തിക്സ് ഉണ്ടാവണം. ചെയ്യുന്ന ഓരോ കാര്യത്തിലും എത്തിക്സ് ഉണ്ടാവണം. അതിന് നമുക്ക് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നാളുകൾ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും. അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോ നന്മ നിറഞ്ഞത്, പുണ്യമുള്ളത്, സ്നേഹമുള്ളത്, നമുക്ക് അർഹതപ്പെട്ടത് കാര്യങ്ങൾ മാത്രം ചെയ്യാം. അതായത് മറ്റുള്ളവൻ്റെത് കവർന്നെടുത്തിട്ടോ മറ്റുള്ളവൻ ഉണ്ടാക്കി വെച്ചത് നമ്മൾ തട്ടിപ്പറിച്ചിട്ടോ നമുക്കൊരിക്കലും നന്മയിലേക്ക് പോകാൻ പറ്റൂല. നമ്മളിൽ വരുത്തുന്ന ഓരോ മാറ്റങ്ങളാണ് സത്യത്തില് നാം എന്തായിട്ട് വളരണം. ചില സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ നമ്മളൊന്ന് പരുവപ്പെടും. ചിലപ്പോ കയറും ഇറങ്ങും. അതിൽ നമ്മൾ വിഷമിക്കണ്ട. എനിക്ക് ഇതുവരെ നല്ല ഗ്രോത്ത് ആയിരുന്നല്ലോ, കണ്ടോ ഇപ്പൊ കുറച്ചായിട്ട് താഴെ പോയി എന്ന് പറയുന്നത് വിഷമിക്കണ്ട. ആ സമയത്ത് താഴെ വരണം. അതെന്തോ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ നമുക്ക് തന്ന അനുഗ്രഹമായിരിക്കും അത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എവിടെയോ ഒന്ന് പരുവപ്പെടുത്താനുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ അഹങ്കാരമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മറ്റു ചിന്തകളിലുള്ള മാറ്റങ്ങളായിരിക്കാം, മറ്റു പ്രവൃത്തികളായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അത് നമ്മൾ ഓരോ ആളുകളും ഉൾക്കൊള്ളുക, സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളുക. നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എത്രമാത്രം അടിവാരി കൂട്ടിയ ആൾക്കാരായിരിക്കും നമ്മൾ. ഏറ്റവും കൂടുതൽ അടി കിട്ടിയ ആളുകളായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒട്ടും അടി പോലും കിട്ടാത്ത ആളുകൾ ഇന്ന് നാട്ടുകാരുടെ അടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവും. കാരണം കിട്ടേണ്ട സമയത്ത് കിട്ടുന്നത് നല്ലതാണെന്ന് വിശ്വസിച്ചോളി. നമ്മൾ ഒന്ന് താഴെ വീണ് പോയിട്ടുണ്ട് എങ്കിൽ അത് നല്ലതിനാണെന്ന് വിശ്വസിച്ചോളി. നാളെ അതിനേക്കാൾ വലുത് നമ്മളെ തേടി വരും. അതിൽ തർക്കമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ 7 മണി വരെയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ ഇപ്പൊ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങള് നിങ്ങളെ കാണുന്ന സമയത്ത്, കാരണം ഞാൻ അങ്ങോട്ട് തരുന്നതിനേക്കാൾ കൂടുതൽ എനർജി നിങ്ങൾ ഇങ്ങോട്ട് തരുന്നുണ്ട്. അപ്പോ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. എന്നാലും സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് എനിക്ക് എന്റെ കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങിയേ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ഗസ്റ്റും പറഞ്ഞു തരുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ഒരു ദിവസം മുഴുനീളെ, അല്ലെങ്കിൽ അത് ആ ഒരു ആഴ്ചയിലേക്കെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ചിന്തകളിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ഓരോ ആളുകളെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ അതിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. എല്ലാ ആളുകൾക്കും സർവേശ്വരൻ വലിയ ശക്തിയും ബുദ്ധിയും ആവേശവും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആളുകളെയും വലിയ ഉയരങ്ങൾ വെച്ച് കാണാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.